ഹലോ നമസ്കാരം. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനും കാണിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വ്ളോഗ്. അതുകൊണ്ട് ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. ലൊക്കേഷനാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൻ്റെ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു ഫസ്റ്റ് നൈറ്റ് സീനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് സത്യങ്ങൾ, നിങ്ങൾ ഈ ടി വിയിൽ കാണുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് റിയലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന് എടുക്കാൻ കാരണം നമ്മുടെ ഒരു ഓഫ് ഷോൾഡർ സീനൊക്കെ വരുന്നുണ്ട്, അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് നൈറ്റ് സീനൊക്കെ ഇന്നത്തെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കട്ട്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, വെച്ചിട്ട് നോക്കുമ്പോഴേ കണ്ടു താഴെ ഇവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട് ലൈറ്റ് അവിടെ ഇവിടെ കണ്ടാവും ഇവിടെ കണ്ടാവും കേട്ടോ. ടക്കെന്ന് കണ്ടു ഒരു ഷോട്ട് കാണുന്നേരം കേട്ടോ. ആ തുറന്നതിന് ശേഷം എടുത്ത് വെച്ചാൽ പിന്നെ വെച്ചോ. റോഡ് തുറന്നു റോഡ് ഇടയ്ക്ക് ഒരു റോഡ് സെപ്പറേറ്റ് ക്ലോസ് ഉണ്ട്. ആക്ഷൻ കഴിക്കുന്നു, റിയാക്ട് ചെയ്തു, നീ ഒന്ന് വർക്ക് ചെയ്തു, റിയാക്ട് ചെയ്തു, അതിന് ഇന്റർകട്ടുണ്ട്, റിയാക്ട് ചെയ്തു, അതിന് ബിൽഡപ്പായി റിയാക്ട് ചെയ്തു. ഓക്കെ, ക്ലോസ് ഫേസ് ഫേസ് ആയല്ലോ. വിട്ട് ഈ വന്ന് പിടിച്ചിട്ട് ഒരു 3 മിനിറ്റ് ഡയലോഗ് പോയി. എനിക്ക് നിന്നോട് ഒത്തിരി സംസാരിക്കാണ്. എന്താ പറഞ്ഞ അപ്പുറത്ത് കൈ വെക്കാൻ എന്താ പറഞ്ഞേട്ടാ? ഐറ്റം വർക്ക് ചെയ്ത് തുടങ്ങി. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. പയ്യ കവളിൽ നിന്ന് കൈ എടുത്തിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അല്ല, ബാക്ക് പോയി സ്വിച്ച് അണച്ചിട്ട് ഫേസ് ടു ഫേസ് വരാം. ഐറ്റം വർക്ക് ചെയ്ത് തുടങ്ങി. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. റിയാക്ട് ചെയ്തു ചെയ്തോ നീ എന്നിട്ട് പയ്യ ബാക്ക് പോയി സ്വിച്ച് വന്നു, ഒന്ന് നോക്കി, റിയാക്ട് ചെയ്തു, സ്ലോ ചെയ്തോടാ, സ്ലോ ചെയ്തോ. സെപ്പറേറ്റ് ഷോട്ടുകളുണ്ട്, ഒന്ന് നോക്കി, അതിന് ഇന്റർ കട്ടുണ്ട്, റിയാക്ഷൻ മോഡ്, ബാക്കി സെപ്പറേറ്റ് ക്ലോസ് കട്ട് ചെയ്യാൻ. ഞാൻ ഓപ്പോസിറ്റ് ആശിക്കൂ. നമ്മുടെ മനസ്സുകൾ ഒരേപോലെ ചിന്തിച്ചു തുടങ്ങി അല്ലേ മോളെ? കൈ കൊണ്ട് വെച്ചിട്ട് കൈ പിടിച്ചു. ഇന്ന് നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആണോ? അവളെ തലയോടിക്കും. അടുത്ത മുട്ടും കൊണ്ട് ചേർത്ത് റിയാക്ട് ചെയ്തു, റിയാക്ട് ചെയ്തു. പ്രണയപൂർവ്വം ഇങ്ങനെ നോക്കി ഐറ്റം വർക്ക് ചെയ്ത് തുടങ്ങി. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ചെറിയൊരു സ്മൈൽ കൊടുത്തിരിക്കുന്നു, റിയാക്ട് ചെയ്തു. അക്കടക്കടെ കട്ടുണ്ട് സ്ലോ കൊടുത്തി റിയാക്ട് ചെയ്തു. ട്രാക്കിൽ റിയാക്ട് ചെയ്തു. ബിൽഡപ്പ് ഫേസ് വെച്ച് ലുക്ക് വന്നു, റിയാക്ട് ചെയ്തു. ഓക്കെ അല്ലേ? കവറിംഗ് റിയാക്ട് ചെയ്തു. അതിന്റെ ബിൽഡപ്പ് റിയാക്ട് ചെയ്തു. ആ സ്മൈൽ ലുക്ക് വന്നു, സ്ലോ ആ കവർ ചെയ്തോ, കവർ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ബിഹൈൻഡ് സീനിൽ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. നമ്മുടെ ക്രൂ എല്ലാവരും ഇരുന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡയറക്ടർ സാറാണ്. ഇനി നമ്മളിതിൻ്റെ
പിറ്റേ ദിവസം രാവിലത്തെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഡ്രസ്സൊക്കെ മാറണം, ഓഫ് ഷോൾ ഡ്രസ്സിലാണ്. അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അവിടെ പേരെന്തായിരുന്നു അടിച്ചു മാറ്റിയതാ ഗൈസ്. ഏറ്റവും സാറ് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഇത്രയും കാണിച്ചാൽ മതി. അതായത് നമ്മൾ അങ്ങനെ ആയിന്ന് പ്രേക്ഷകരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഭർത്താവ് ഭാര്യയും കൂടി കൊന്തം തന്നെ ഇത് നോക്കണോ ഇറങ്ങിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. നമ്മൾ ലൈക്ക് എല്ലാവരും ഇങ്ങനെ ഓഫീസിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഡ്രസ്സ് ഉണ്ടോ ഇല്ലെന്നൊക്കെ പലർക്കും ഒരു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഞാൻ പോയി അതായത് രാവിലെ ഉറക്കം എണീക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ ആ ഒരു ലുക്കൊക്കെ ആയിട്ട് വരാം. കാഞ്ചന റെസ്റ്റ് എടുക്കുകയാണ്, ഫുള്ള് റെസ്റ്റാ. അതെ ദിവസമായിട്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ മിണ്ടാതിരിക്കടി, നമ്മളിങ്ങനെ സീക്രട്ട് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇതിന് നമ്മൾ എപ്പോഴും ഡ്രസ്സ് അടിയിലിടും. അപ്പോൾ ഇത് ഓഫ് ഷോൾഡർ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ശ്വേതയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ശകലം കൈ കാണുന്ന രീതിയിൽ ഇറക്കിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടിടും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ചുമ്മാ. ഇവന് പ്രാന്താ. അവന് മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ, അതായത് കിടക്കയാണ്. എന്നിട്ടാണ് പെതുക്കെ ഒരു ബോഡി ഫീലായി, ഹാങ് ഓവർ മാറി, പെതുക്കെ കണ്ണ് തുറന്ന് നോക്കി, എന്തോ കണ്ട് ഞെട്ടി നോക്കി, എവരടിച്ച് കിടക്കുന്നു. അതിന് ഷോക്കായി. ഫ്രണ്ടിൽ കൂടെ കടന്നിട്ട് നീറ്റായിട്ട് എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? എന്ത് ചതി? എന്നാലും നീ ഇത് ചോദിച്ചില്ലല്ലോ. നിന്റെ കയ്യിരിപ്പുണ്ടോ? കൊറേ നാളായി നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ അവസാനം വേണമെന്ന് ഞാനത് തീരുമാനിച്ചു. ഇത്രയ്ക്ക് മോങ്ങാൻ മാത്രമൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ട് ഇത്രയ്ക്ക് മോങ്ങാൻ മാത്രമൊന്നുമില്ല. ഞാൻ കെട്ടിയ താലിയാ നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. ഭാര്യ വാർത്തക ഇല്ല എടുത്തിട്ടില്ല. ഇത്രയും കവറായിരുന്നു ഇത്രയും കവറില്ലായിരുന്നു സാധനം അടുത്ത് വരുന്നത് അങ്ങനെ പിടിച്ചു പോകുന്നുണ്ടോ? എല്ലാരും കാണട്ടെ. കണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സീൻസ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സീൻസ് കിട്ടുന്നത്. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു നാണം ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കും എന്നുള്ളത്. പിന്നെ അവിടെയുള്ള ക്രൂവായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. പക്ഷേ ഷൂട്ട് ചെയ്യാനത്തെ എല്ലാവരും അകത്തുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് അവനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൈ എനിക്ക് നേരത്തെ പറഞ്ഞാലും കുറച്ചും കൂടെ താഴോട്ടാക്കണം എന്നുണ്ടായിരുന്നുകൊണ്ടാണ് ബാക്കിയൊക്കെ കവർ ചെയ്ത് നമ്മളിങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഔട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ എനിക്ക് കാണിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടും എനിക്കതിൻ്റെ ഒരു ഭയങ്കര മടുപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലും ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ചെയ്ത് കണ്ടിട്ടുമില്ല. അപ്പം അതുകൊണ്ട് രണ്ടുപേരുടെ വീട്ടിലും, ഇപ്പോൾ ദേവയുടെ ആണെങ്കിൽ പോലും, അപ്പോൾ ഫാമിലീസൊക്കെ കാണുന്ന ഒരു സീരിയൽ ആയതുകൊണ്ടാട്ടോ ഞാനിത് ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ യെസ്, ഇത്രയേ ഉള്ളൂ.
ഓക്കെ, എല്ലാവരും നമ്മുടെ സീരിയൽസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സീരിയൽ കാണുന്നതെല്ലാം ഒന്നും സത്യമല്ല എന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എന്നെ സംബന്ധിച്ച്, കാരണം എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങളായിട്ടാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ സ്നേഹം എന്തായാലും ഇതോടെ നമുക്കിടെ ബ്ലോക്ക് അങ്ങ് തീർന്നു. അതെ, അവനൊക്കെ റിയാക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അവരുടെ മാത്രം സെപ്പറേറ്റ് വെച്ചോ. നമ്മൾ നീ ഫ്രണ്ട് ഇട്ടിരുന്നോടി, അങ്ങനെ വെച്ചോ. അങ്ങനെ എണീറ്റിരുന്നോടെ കവർ ചെയ്തോ. മറ്റേ കിടന്നിട്ട് ലാസ്റ്റ് പിടിച്ചെന്തോ പറയില്ലേ? കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. പുതപ്പ് ഫുള്ളൊക്കെ ചെയ്തോടി. മര്യാദക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. പുതപ്പ് കടി വലിച്ചെടുത്ത് എന്തിനാ എന്നോട് ഈ ചതി ചെയ്ത? ബാഗ് ഷോട്ട് നീ മാറിക്കോ, നീ മാറി അവിടെ മാറിക്കട്ടെ. അവിടെ ഒരു ബാഗ് ഷോട്ട്.